ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ 2020 CHSL ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ട്രിഗ്നോമെട്രിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ ഇതാണ് പറയുന്നത്: സീക് തീറ്റയും സൈൻ തീറ്റയും ഈ കൊടുക്കുന്ന ഇക്വേഷൻ്റെ റൂട്ടുകളാണ് എങ്കിൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാവുന്ന കേസ്, ഇപ്പോൾ സപ്പോസ് ആൽഫ പ്ലസ് ബീറ്റ, ആൽഫയും ബീറ്റയും ഇതിൻ്റെ റൂട്ടാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ആൽഫ ബീറ്റ എന്താണെന്നറിയാം. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന സീക് തീറ്റയും അതുപോലെ തന്നെ സൈൻ തീറ്റയും ഈ ഇക്വേഷൻ്റെ റൂട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ സീക് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറയുന്നത് ഈ ഒരു കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും വരുന്നത്. അതായത് 1 ആയിരിക്കും വരാൻ പോകുന്നത്. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇത്. ഓക്കെ. അല്ലെങ്കിൽ ഈ സീക് തീറ്റേനെ 1 / കോസ് തീറ്റ എന്ന് എഴുതാം. സീക് തീറ്റേനെ 1 / കോസ് തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെ വരും. ടാൻ തീറ്റയുടെ വാല്യൂ 1 എന്ന് പറഞ്ഞു. ടാൻ തീറ്റ 1 ആണ് എങ്കിൽ നമുക്കറിയാം തീറ്റയുടെ വാല്യൂ 45 ആയിരിക്കും. ഓക്കെ, തീറ്റയുടെ വാല്യൂ 45 ആയിരിക്കും. അതെടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ഈ ഒരു റേഞ്ച് അവർ പറഞ്ഞിട്ടുണ്ട്. തീറ്റ എന്ന് പറയുന്നത് 0-നും 90-നും ഇടയിലാണ്. ഈ 0-നും 90-നും ഇടയിലാണ് 45 വരുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ആൽഫ ഇൻറ്റു ബീറ്റ. ഇനി ആൽഫ പ്ലസ് ബീറ്റ റൂട്ടാണെങ്കിൽ, സോ റൂട്ടിൻ്റെ സമ്മ് എന്ന് പറയുന്നത് നെഗറ്റീവ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്. നെഗറ്റീവ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് അവിടെ മൈനസ് കെ ആണ്. സോ പ്ലസ് കെ എടുക്കണം. നെഗറ്റീവ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ √6. ഇതായിരിക്കും വരാൻ പോകുന്നത്. സോ ഇതിനെ നമുക്കൊന്നുകൂടി, നമുക്കിനി ഈ 45 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ ഓൾറെഡി തീറ്റയുടെ വാല്യൂ 45 എന്ന് കണ്ടുപിടിച്ചു. സീക്ക് 45 എന്ന് പറയുന്നത് √2, സൈൻ 45 1/√2. സോ അതിൻ്റെ വാല്യൂ k/√6 എന്ന് പറഞ്ഞ് കിട്ടും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ 3 ഡിവൈഡഡ് ബൈ √2 എന്ന് പറയുന്നത് k/√6 എന്ന് പറഞ്ഞ് കിട്ടും. സോ ഇത് കട്ട് ചെയ്ത് പോയി √3 എന്ന് ഇവിടെ വരും. കെയിൻ്റെ വാല്യൂ 3√3 എന്ന് പറഞ്ഞു വരും. സോ ഇതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. അവിടെ നമ്മൾ ട്രിഗ്നോമെട്രിയുടെ ആപ്ലിക്കേഷൻസ് ഉണ്ട്, റൂട്ട് ഓഫ് ഇക്വേഷൻസിൻ്റെയും ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇത് രണ്ടും നമ്മുടെ എക്സാമിൽ ചോദിക്കുന്ന ഒരു ഐറ്റമാണ്.